بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യ സത്യവിശ്വാസി വിശ്വാസിനിമാരെ സഹോദര സഹോദരിമാർ അല്ലാഹുവേ നിയമ നിർദ്ദേശന വിധിവിലക്കുകൾ ಜೀವನತ್ತರೆ ಪ್ರತಿ ಓರೋ ಸಂದರ್ಭದಲ್ಲೂ ഞങ്ങളുടെ രഹസ്യ ജീവനത്തിലും പരസ്യ ജീവനത്തിലും ഞങ്ങളുടെ വ്യവഹാരത്തിലും സ്വഭാവത്തിലുമെല്ലാം അല്ലാഹുവരെ സൂക്ഷിച്ചിട്ട് ഏറ്റവും നല്ല മുത്തഖിയായിട്ട് ജീവിക്കവും ശ്രദ്ധിക്കണമെന്നിട്ട് സ്വന്തം നഫ്സിനെ മറക്കാണ്ട് ഉടകൂടിയതായ ഓരോ സത്യവിശ്വാസി വിശ്വാസിനിമാരോട് ഞാൻ വസിയത്താക്കട്ടുള്ള ഉപദേശാക്കട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ജീവിക്കുന്നതായി സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്നതായ സന്ദർഭത്തിൽ ഈമാനോട് കൂടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചിട്ട് മരിക്കവും നാളെ പരലോകത്തിന്റെ ജന്നാത്തുൽ ഫിർദൗസ് ഇതുപോലെ ഒട്ടിക സേരകളുള്ളതായ മഹാസൗഭാഗ്യ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആറാഫ്
അതിലെ 171 ആയത്തായി ദിക്ർ നിങ്ങളെ മുന്നാല് ഓതിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പരിപാടിത്തണ്ട് വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ഇൻസി വൽ ജിൻ, ജിന്നവർഗത്തിൽപ്പെട്ട ധാരാളം ആൾമാർ അതുപോലെ മനുഷ്യവർഗത്തിൽപ്പെട്ടതായ ധാരാളം ആൾമാരെ ജഹന്നമയിലായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. വളരെ ചിന്തിക്കേണ്ടതായ കാര്യമായിട്ട് ധാരാളമായിട്ട് കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ധാരാളമായിട്ട് മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നരകത്തുക വേനായിട്ട് ജഹന്നമക വേനായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. എന്തായി ഉണ്ടാക്കിയത്? അതായത് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കാൻ ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അങ്ക് ഈ ധാരാളം മനുഷ്യവർഗത്തിൽപ്പെട്ടതായ ആൽമാർക്കും ജിന്നുവർഗത്തിൽപ്പെട്ടതായ ആൽമാർക്കും ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അങ്ക് ഹൃദയങ്ങളുണ്ടോ, ലാ യഫ്ഖഹൂന ബിഹാ ചിന്തിക്കില്ല, ചിന്തിക്കാത്ത ഹൃദയങ്ങൾ ഉള്ളതായ ആൽമാർ. ഏതോ വിഷയം മനസ്സിലാക്കാത്ത ഹൃദയമുണ്ടോ, പക്ഷെ ചിന്തിക്കവും തയ്യാറാണ്. അങ്ങനത്തെ ആത്മാരായിട്ട് വലഹും അഅ്യുനുൻ, അങ്ക് കണ്ണുണ്ടോ, ലാ യുബ്സിറൂന ബിഹാ പക്ഷെ കണ്ണ് തുറപ്പിക്കില്ല, കണ്ണ് തുറന്നു തന്ന് നോക്കുക തയ്യാറാവില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അങ്ക് കാതുണ്ടോ പക്ഷേ കേൾക്കുക റെഡിയില്ലാത്തതായ ആത്മാരായിട്ട് ഉലൈക കൽ അൻആം, നാൽക്കാലി പോലെ ജാനുവാർ വർഗത്തിലെ പോലെ ബൽഹും അദൽ, അതിനെക്കാട്ടി കടായിട്ടുള്ള വഴിവേച്ചു പോയതായ ഒരു വിഭാഗമായിട്ട് ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അശ്രദ്ധമായിട്ട് ജീവിക്കുന്നതായ ഒരാൾമാർ. എന്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ ഉദ്ദേശിച്ചതിൽ ഏതെങ്കിലും കാഫിരീങ്ങളെ കുറിച്ചിട്ടല്ല, കാഫിരീങ്ങൾ മാത്രമല്ല ഇതിൽപ്പെടും. അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയതായ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തള്ളിക്കളയുന്നതായ ആത്മാ, എനിക്ക് ചിന്തിക്കുള്ളതായ കഴിവുണ്ട്, പക്ഷേ ചിന്തിക്കില്ല, ആലോചിക്കില്ല, മനസ്സിലാക്കില്ല. വിശുദ്ധ ഖുർആനിൽ വ്യക്തമായിട്ട് പരിപാടിയ കാര്യം, അല്ലെങ്കിൽ ഖുർആൻ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായിട്ട് പരിപാടിയതായ കാര്യത്തെ അങ്ങനെ മുന്നൽ വർഗത്തുക തള്ളിക്കളയുന്നതായ ആരെല്ലാം വർഗം, അത് മനുഷ്യവർഗത്തിലാവട്ടെ ജിന്നവർഗത്തിൽപ്പെട്ടതായ ആൽമാറാവട്ടെ, ആരെല്ലാം അതിനെ നിഷേധിക്കാറ്, മനസ്സിലാക്കില്ല, ആലോചിക്കില്ല, അങ്ങനെല്ലാം നരകത്തുക ഉണ്ടാക്കപ്പെട്ടതായ ആൽമാറായിട്ട് കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പരിപാടിയിട്ടുണ്ട്. ഇന്നത്തെ നാളെ പ്രത്യേകത ഞങ്ങൾക്ക് ಗೊತ್ತುಂಟು. ഇന്ന് റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച നാളായിട്ട് അതുകൊണ്ട് ഞങ്ങൾ ആഘോഷിക്കുന്നത്, അതുകൊണ്ടായിട്ട് ചെന്ന് ഞങ്ങളെ മുസ്ലിം സഹോദരന്മാർ ഉണ്ട് വ്യാപകമായിട്ട് മീലാദ് ആഘോഷിക്കുള്ള. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതായി ഡേറ്റിലും വർഷത്തിലും അതുപോലെ തിങ്കളിലും പല അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതിലൊന്ന് മാത്രമായിട്ട് റബീഉൽ അവ്വൽ 12 ആയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ നാളിൽ അതിൽ സംശയമേ ഇല്ല, അത് റബീഉൽ അവ്വൽ തിങ്കളായിട്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വഫാത്തായ നാളിൽ സന്തോഷിക്കുന്നതായ ആൾമാർ ആരായിരിക്കൂ? അത് യഹൂദിമാരും നസ്രാനിമാരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിൽ ഒരു ആയത്തിൽ ഏറ്റവും മോശപ്പെട്ടവനും ഏറ്റവും ബെഴക്കായവനും
ചെന്തൗണ്ടേ ചെന്ത് സന്തോഷിക്കുക. അതുപോലെ ആയിട്ടിക്കറ് ഞങ്ങളെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതായ അല്ല ഒരു മോശപ്പെട്ട ആള് മരിച്ചത് അല്ലെ ആ സന്തോഷിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം ആ വഫാത്ത് നാളിലെ സന്തോഷിക്കുന്ന ചെറുത്ത് മനസ്സിലാക്കാം. ഇത് ബിദ്അത്തുൻ ഹസനായിട്ടിക്കറ് ഞങ്ങൾ നല്ല ഒരു ബിദ്അത്താക്കിയിട്ടുള്ള നല്ല പുണ്യമുള്ള ഹസനത്തായി ബിദ്അത്തായിട്ടിക്കറ് ചെറുത്ത്. കാരണം ബിദ്അത്ത് ചെന്നെങ്കിൽ എല്ലാവർക്കും ಗೊತ್ತುണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിവാക്കാത്തത് സ്വഹാബത്തിന് മനസ്സിലാവാത്തത് താബീഇന് മനസ്സിലാവാത്തത് പിന്നീട് ദീനില് ഉണ്ടാക്കുന്നതായ ഒരു നല്ല കാര്യമായിട്ട് ഇവിടുത്തെ കാര്യം ദീനില് ഉണ്ടാക്കുന്നതായിട്ട് ബിദ്അത്ത് മുൻ മോഡലിലെ മാതൃകയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയോഗ ആകാശ ഭൂമിയെ ഉണ്ടാക്കുമ്പോൾ ചെന്ന ബദീഉസ് സമാവാതി വൽ അർദ് ആകാശ ഭൂമിയുടെ മുന്നല്ലേ മോഡൽ നോക്കാമാറ് ആരെങ്കിലും പ്ലാനിങ് കോപ്പി അടിച്ചിട്ടല്ല അള്ളാഹു ഉണ്ടാക്കിയിട്ട് അള്ളാഹു പുതിയതായിട്ട് ഉണ്ടാക്കിയതായിട്ട് ആരും മോഡൽ നോക്കിയിട്ട് അതേ പ്രയോഗമായിട്ട് ബിദ്അത്തുകൾ മുന്നല് ആർക്കും പരിചയമില്ലാത്ത സ്വഹാബത്തിന് പരിചയമില്ല താബീഇന് പരിചയമില്ല നാല് ഇമാമിന് പരിചയമില്ല ഇങ്ങനെ ഒരു ഉല്ലതായ ഒരു ആഘോഷ അതായിട്ട് ബിദ്അത്ത് നബിദിനാഘോഷ ചെല്ലും ബിദ്അത്തുൻ ഹസന ചെല്ലും ബിദ്അത്ത് കടന്നു വേണ്ടത് സാധാരണ 300 വർഷം കഴിഞ്ഞ പിന്നായിട്ട് ഇങ്ങ എന്താക്കാറ് ചെന്നിട്ടാണെങ്കിൽ ഇങ്ങ ഖുർആന്റെ ആയത്ത് എടുത്തത് ഉദ്ധരിക്കുക ഖുർആനില് തെളിവുണ്ടോ വിശുദ്ധ ഖുർആനില് അതിന് തെളിവില്ല ആയെങ്കിലും ബിദ്അത്ത് ഹസന ചെല്ലും നല്ല ബിദ്അത്തായിട്ട് ആക്കിക്കൊള്ളേ ആയെങ്കിലും ഖുർആനിൽ അങ്ങ് തെളിവെടുക്കാതെ ഖുർആനിൽ ആയത്തുണ്ടോ ചെല്ലാതെ ഇത് വൈവിധ്യമായിട്ട് ഇത് ചിന്തിക്കാത്തതിന്റെ കുഴപ്പമായിട്ട് അല്ലാഹു ചെല്ലാം ചിന്തിക്കില്ല എനിക്ക് ഹൃദയമുണ്ട് പക്ഷെ ചിന്തിക്കില്ല ബിദ്അത്ത് ചെന്നിട്ടാണെങ്കിൽ 300 വർഷം കഴിഞ്ഞ പിന്നെ വന്നതായിട്ട് ആ 300 വർഷം കഴിഞ്ഞതായ ബിദ്അത്ത് അങ്ങ് ചെന്നത് വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട് ചെന്ന് ഇത് വൈവിധ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ആ ജന്മദിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ആഘോഷിച്ചിട്ടില്ല. തന്റെ 63 വർഷത്തിൽ 40 വർഷം പിന്നെ നുബുവത്തായാൽ പിന്നെ 23 വർഷം അതില് 22 റബീഉൽ അവ്വൽ കടന്നുപോയി. ആ റബീഉൽ അവ്വൽ എങ്ങാനും കടന്നു പോയപ്പോ ഏതെങ്കിലും ഒരു തിങ്കൾ റബീഉൽ അവ്വൽ തിങ്കൾ വന്നപ്പോ ഇത് തന്റെ ജന്മദിനായിട്ട് കുറിച്ച് എന്തെങ്കിലും ഒരു യുദ്ധബല ഒരു തമ്പ്ര ഒരു കാരക്ക അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇറച്ചിയ എന്തെങ്കിലും കൊടുത്തു തിന്നിട്ടായെങ്കിൽ നിങ്ങൾക്കത് ദീനിൽ തെളിവാവാത്ത പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു 22 റബീഉൽ അവ്വൽ കടന്നു പോയപ്പോ യാതൊരു നിലക്കുള്ളതായ ഏതെങ്കിലും പ്രത്യേകത കൊടുത്തതായിട്ട് ഇണ്ട് തന്റെ ജന്മദിനായിട്ട് അതുകൊണ്ട് എല്ലാവരും ഒട്ടിಗೆ കൂടാ ചത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നതായിട്ട് കാണുക സാധ്യമല്ല. എല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ചെറിയ ചെന്നിട്ടാണെങ്കിൽ നബി എങ്ങനെ തിരിഞ്ഞിരും എങ്ങനെ നോക്കിയത് എങ്ങനെ ചിരിച്ചിരു ചെന്ന് കൃത്യമായിട്ട് ഹദീസിലൂടെ രേഖപ്പെടുത്തിയതായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് നോക്കിയ എങ്ങനെ ചിരിച്ചത് എങ്ങനെ കിടന്നത് ഏതെല്ലാം ഭാഗത്തേക്ക് പോയത് ഓടെ തെച്ചത് അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്ര കണക്ക് ഡ്രസ് ഇഷ്ടപ്പെട്ടതായ വസ്ത്ര അതുപോലെ താടി രോമങ്ങൾ അതിൽ രോമങ്ങൾ എത്ര ഉണ്ടോ ചെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ വിഷയത്തിൽ ഒരു പൽക്ക പോലും നമുക്ക് കാണുക സാധ്യമല്ല. അതുകൊണ്ടു അത് ബിദ്അത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മരണാച്ചുള്ളത് ഏറ്റവും വലിയ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും വലിയ ദുരന്തമായിട്ട് ഒർക്കത്തും സഹിക്കവും സാധ്യമാവില്ല സാധ്യമായിട്ടില്ല. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മരണവാർത്ത വർമ്മത്തുകു ഒരു ആയത്ത് വർമ്മത്തുകു ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ജല്ലദായി ഒരു ചെറിയ സൂറത്ത് വർമ്മത്തുകു പോലും സ്വഹാബത്ത് കരഞ്ഞേരാതെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന യാത്രയിലേക്ക് ഇത് യാത്രയാക്കുക വന്നതായ ഒരു സൂറത്തല്ലേ ചന്ത
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുആദ് റളിയല്ലാഹു അൻഹുനെ വിളിച്ചിട്ട് ചെല്ല്, യാ മുആദ് ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ. അവസാന കാലഘട്ടത്തിൽ മുആദ് റളിയല്ലാഹു അൻഹു യമനിൽ പോകുമ്പോൾ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ് ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ. ഈ വർഷം പിന്നെ ബണ്ടേ ವರ್ಷമേ നാണിക്കറോണ്ടില്ല, നീ യമനിൽ പോയിട്ട് ബർബത്തുക്ക് നാണിക്കറോണ്ടില്ല. ലഅല്ലക അൻ തമുറ ബിമസ്ജിദി വഖബ്രി. സമയ എൻ്റെ പള്ളിര മൊട്ട അല്ലെങ്കിൽ എൻ്റെ ഖബറ മൊട്ട നീನು ಬಂದೇಕುವ ಆಯ್ತಾಗಿ ಬಂಡೆ ಕಾಣಲು ಸಾಧಿಕರೊಂದಿಲ್ಲ, ಬಂಡ ವರ್ಷ ನಾನಿಕ್ಕರೊಂದಿಲ್ಲ ಚಂತ. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಜನ್ನಫ ಬಕಾ ಮುಆದನ್ ಖಶಅನ್ ಲಿ ಫಿರಾಕಿ ರಸೂಲಿಲ್ಲಾಹ್. അല്ലാഹുവേ റസൂലിനെ ആ ഫിറാഖിനെ അങ്കല സഹാബത്തുകൾ ഒന്നായി. ഇനി അല്ലാഹുവേ റസൂൽ യാരാലും ഇല്ല, അതുകൊണ്ട് തനിക്ക് വല്ലാത്ത വേജാറായിട്ട് ഫബകാ ഉൾക്കൊടുത്തു, ചമ്മ ഉൾക്കൊടുത്തു. ആയകൾ പോകും മനസ്സില്ല. അല്ലാഹുവേ റസൂലിനെ ആ രായ ഉൾക്കൊടുത്തു, മദീന ഉൾക്കൊടുത്തു, പോവകൾക്ക് മനസ്സില്ല. ആയകളും അല്ലാഹുവേ റസൂലിനെ ആ പൽക മാനിച്ചു കൊണ്ടുത്തു. നീ യമനിൽ പോണോ ചെന്നത് കൊണ്ടു മാത്രമായിട്ട് സ്വഹാബത്ത് അവിടേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ടു ഉമർ റളിയല്ലാഹു അൻഹു അതുപോലെ അല്ലാഹുവേ റസൂലിനെ ആ മരണത്തെ താങ്ങുക സാധ്യമായിട്ടില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. സൂറത്തുൽ മാഇദയിലെ ഈ ആയത്ത് കൊണ്ട് ഇന്ന് നിങ്ങളുടെ ദീന് പൂർത്തിയായി നിൽക്കുന്നത്. ഇണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹമായിട്ടുള്ള ഈ ദീനിൽ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നവരെ വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് ഇസ്ലാം ദീനിനെ തൃപ്തിപ്പെടുത്തി തന്ന ചത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യക്രിമായി യുകീക യാ ഉമർ, ഉമരെ നീ എന്തിനു ഉൾപ്പെട്ടെ? ഖാല അബ്കാനി അന്ന കുന്നാ ഫീ സിയാദത്തി ഫീ ദീനിനാ. ഞങ്ങൾക്ക് ഖുർആൻ വന്നോട്ടിരുന്നപ്പോ വഹി വന്നോട്ടിരുന്നപ്പോ എനിക്ക് വളരെ നല്ല സന്തോഷമായിട്ട് എനിക്ക് യാറെ ദീനില് മൂന്നൽ ഉറങ്ങും നല്ല നല്ല സ്വറാക്കുന്ന നല്ല ഉന്മേഷം ഉണ്ടായിട്ട് എനിക്ക് യാറെ സിയാദത്താവൂ യാറാവൂ ദീനിൽ നല്ല നിലക്കുള്ളതായ ഇബാദത്തെടുക്കാൻ എനിക്ക് സാധ്യമായിട്ട് ഇത് പൂർത്തിയായിട്ടെങ്കിൽ ഉറക്കത്തും ഇനി ഒരു പൂർത്തിയെത്തൽ പിന്നെ ഇനി അത് കൊറോടി മാത്രമായി തിക്കായോണ്ടല്ലേ, ഇനി അത് നുക്സാൻ മാത്രമായി തിക്കാവുകയില്ലേ അല്ലെ? ഒരു പുതിയ ഒരു കാറട്ടെങ്കിൽ നല്ല പുതിയ ഷോറൂമിൽ നിന്ന് 10 കൊമ്പർ 10 നല്ല പുതിയതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഓർമ്മയിലേക്കുള്ളതായ കംപ്ലൈന്റ് അത് കാണുക സാധ്യത ഒരു സ്റ്റാച്ചു പോലും ഉണ്ടാവും. അല്ലെങ്കിൽ 10 മങ്ങൾ പിന്നെ യൂസ് ആക്കിയാൽ പിന്നെ അതിലെ ഓരോ പാർട്സും അതാ കുറക്ക സംഭവിക്കും, നുക്സാൻ സംഭവിക്കും. അതുപോലെ ഈ ദീന് പൂർത്തിയായിട്ട് ഇനി അതിൽ നുക്സാൻ മാത്രം ഉണ്ടാവുകയും ചെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെട്ടത് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് കൊടുക്കും. ഇനി അതിൽ നുക്സാൻ ആയിട്ട് ഇനി അന്ത്യായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ആ വേർപാടക്ക് താങ്ങുക സാധ്യമായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സ്വഹാബത്തിനെ വിളിച്ചിട്ട് ചെറുത് മഗ്രിബ് നിസ്കരിച്ചിട്ട് സ്വഹാബത്ത് ഇങ്ങനെ നിസ്കരിച്ചിട്ട് ഇങ്ങനെ തെച്ചോണ്ടിരുന്ന ഇശാ നിസ്കാരത്തിൽ ഇങ്ങനെ കാത്തു തെച്ചോണ്ടിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നിസ്കാരത്തിന് പണ്ട് അവിടെ സ്വഹാബത്തിനെ നോക്കിയിട്ട് ചെന്ന് അൻനുജൂം ആകാശത്തിൽ കൈ നീട്ടി കൊണ്ടുത്തു. മേലിങ്ങനെ കൈ കാട്ടുന്ന ചെന്ന് അൻനുജൂമു അമനത്തുൽ ലിസ്സമാ, നക്ഷത്ര അത് ആകാശത്തുള്ളതായ ഒരു സംരക്ഷണമായി തിക്കറ്. നക്ഷത്രങ്ങളുള്ളത് ആകാശത്തുള്ളതായ സംരക്ഷണായി തിക്കറ്, പ്രൊട്ടക്ഷനായി തിക്കറ്. ഈ നക്ഷത്രങ്ങൾ ഇങ്ങനെ ഓരോന്ന് പൊളിഞ്ഞു പോകുന്നുണ്ടായെങ്കിൽ അത് ആകാശത്തിന് വലിയ ദുരന്തമായി തിക്കറ് പറയുകൊണ്ടത്. അതുപോലെ ചത്തുവാന അമരത്തുള്ളിൽ ನಾನು ನಂಡೆ ಅಸ್ಹಾಬು ಸಹಾಬತ್ತಿಗೆ ಅಮನತಾಯ್ತಿಕ್ಕರೆ ಸಂರಕ್ಷಣವಾಯ್ತಿಕ್ಕರೆ ಪ್ರೊಟೆಕ್ಷನ್ ಆಯ್ತು. ನಾನು ಉಳ್ಳೆ ಫೈದಾ ದಹತ್ತು ಅತ ಅಸ್ಹಾಬಿ ಮಾಯು ಅದು ನಾನೇ ನಾನು പോയിട്ടായെങ്കിൽ അത അസ്ഹാബി മായു അത് സഹാബത്തിൽ പിന്നെ ദുരന്തായ്ത്തിക്കരെ ബറക് കൊണ്ടത്. അതുപോലെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്തു അസ്ഹാബി നന്റെ സ്വഹാബത്ത് അമറത്തുൽ ഉമ്മത്തി നന്റെ ഉമ്മത്തിക്ക് ഒരു സംരക്ഷണമാക്കിക്കൊരു ഫൈദാ ദഹബ അസ്ഹാബി നന്റെ സ്വഹാബത്ത് പോയെങ്കിൽ അതാ ഉമ്മത്തി മാ യുഅദൂൻ നന്റെ ഉമ്മത്തിക്ക് അൻക്ക് വലിയ ദുരന്തമായി ദിക്ർ മറകൊണ്ടത് അല്ലേ സ്വഹാബത്തിലെ കാലഘട്ടത്തിൽ പിന്നായ ദിക്ർ ഖൈറുൻ നാസി ഖർനി ثم الذين يلونهم ചത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചത്തൽ നന്റെ സമുദായ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമുദായ സ്വഹാബത്ത് താബഈന തബഉ താബഈന അതിൽ പിന്നായി ദിക്ർ ഹിജ്റ 300 പിന്നായി ദിക്ർ പിന്നെ ദീനക ഓരോന്നും കടന്നു വന്നിട്ടുള്ള സ്വഹാബത്തിലെ കാലഘട്ട താബഈന കാലഘട്ടത്തിലെ കലിമത്തുകു പിന്നെ ദീനക വലിയ ദുരന്തമായി ദിക്ർ ആപത്തായി ദിക്ർ വന്നിട്ടുള്ള അതായത് ദിക്ർ ബിദ്അത്ത് ചൊല്ലും അപ്പൊ ബിദ്അത്ത് ഏറ്റവും വലിയ മോശപ്പെട്ടതായ കാര്യമായി ദിക്ർ ഏറ്റവും വലിയ തപ്പായി ദിക്ർ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലൂടെ നമുക്ക് വഴിപാട്ടിട്ടുണ്ട് ഏറ്റവും അഖ്സരീന അഅ്മാല ഏറ്റവും ലാസായിട്ടുള്ള അമൽ ലാസായിട്ടുള്ള ഒരു വിഭാഗ ആൾമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്ന അല്ലദീന വല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ ദുനിയാവിൽ ഒരുപാട് അമലാക്കിയതായ ആൾമാർ യഹ്സബൂന അന്നഹും യുഫ്സിദൂന സുൻആ അങ്ങനെ ഏറ്റവും നല്ല സ്വലാത്ത് ചന്ദ്രന വിയാരിക്കാറ് ആയെങ്കിൽ ഏറ്റവും വലിയ ലോസിലായി നിൽക്കാറ് ഇതുകൊണ്ടൊത്ത് മനസ്സിലാക്കും ബിദ്അത്ത് ചെല്ലത് ഏറ്റവും മോശപ്പെട്ട ലലാലത്തായി നിൽക്കരുത് എല്ലാ വലിയ അസരണ്ടും കുത്തുബർന്ന കേൾക്കുന്നതായി നിൽക്കരുത് കുല്ലു ബിദ്അത്തിൻ ദലാല എല്ലാ ബിദ്അത്തും ദലാലായി നിൽക്കരുത് അത് നല്ലതാവട്ടെ വെടുക്കാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിവാട്ടാത്ത കാര്യങ്ങൾ അത് ഏറ്റവും മോശപ്പെട്ടതായി നിൽക്കരുത് ദലാലത്തായി നിൽക്കരുത് വകുല്ലു ദലാലത്തിൻ ഫിന്നാർ എല്ലാ ദലാലത്തും നരകത്തിലായി നിൽക്കരുത് അല്ലാഹുവേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പടിവാട്ടിട്ടുണ്ട് അപ്പൊ ബിദ്അത്ത് വർദ്ധിക്കുള്ളതായ കാരണം എന്തായി ബിദ്അത്ത് വർദ്ധിക്കുള്ളതായ കാരണം ഒന്നാമത് അജ്ഞതായി പഠിക്കില്ല അല്ലെ പഠിക്കുക തയ്യാറല്ല എന്തു കേട്ടെങ്കിലും അത് ശരി ഒരു തലപ്പാവും ഒരു താടിയും വെച്ചിട്ട് ആരെങ്കിലും എന്ത് ചെന്നെങ്കിലും അത് സ്വീകരിക്കൂ അത് തയ്യാറായിട്ട് പഠിക്കുള്ളതായ മനസ്സില്ല അജ്ഞതയില്ല അല്ലെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ ആൽമ ഏതെങ്കിലും ഔലിയാവ് ഈ ലോകത്തെ നിയന്ത്രിക്കൂ സാധ്യാവൂ ചെന്നെങ്കിലും അതിനെയും സ്വീകരിക്കുന്നതായ ആൽമാർ പഠിക്കൂ മനസ്സ് കാട്ടാത്ത ആൽമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല പടിവാട്ടുണ്ട് വലാ തഖഫ് മാ ലൈസ ലക ബിഹി ഇൽമു ഇൽമില്ലാത്ത കാര്യത്തെ സംബന്ധിച്ചിട്ട് നീ എന്തോ അതിന്റെ വിഷയത്തിൽ തർക്കാക്കണ്ട അതിന്റെ വിഷയത്തിൽ പിൻപറ്റു പോവണ്ട ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല എല്ലാ കാര്യത്തെ സംബന്ധിച്ചും നിങ്ങൾ മനസ്സിലാക്കിയതാണ് കണ്ടറിഞ്ഞതാണ് ഹൃദയത്തെ സംബന്ധിച്ചിട്ടും നിങ്ങളെ കാഴ്ചയെ സംബന്ധിച്ചിട്ടും നിങ്ങൾ കേട്ടതിനെ സംബന്ധിച്ചിട്ടും എല്ലാം ചോദ്യം ചെയ്യപ്പെടുകൊണ്ടു ചെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പടിവാട്ടിട്ടുണ്ട്. അപ്പൊ വിവരമില്ലാത്ത ആൽമാർ അല്ലെ നേതാക്കന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നതുപോലെ പണ്ഡിതന്മാർ കുറയുമ്പോ ഇൽമുള്ള ആൽമാരെ അല്ലാഹു എടുക്കുമ്പോ പിന്നെ അവിടെ ഉണ്ടാവുന്നത് ജാഹിലുമാരായിരിക്കൂ. ആ ജാഹിലുമാരെ നേതാക്കന്മാരായിട്ട് സ്വീകരിക്കുന്നതായി ഒരു കൗമ പറയൂ. അതുകൊണ്ടൊത്തു അജ്ഞത്തെ വിവരമില്ലായ്മ അതായിട്ട് ബിദ്അത്തുക്ക് പോകുക കാരണം പഠിക്കുക തയ്യാറാവില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെന്ന സാധകൾ ഇത് ദീനായി ഇത് ദീനുള്ളതായിട്ട് ചെന്ന് സ്വീകരിക്കുന്നതായ ആൾമാർ. രണ്ടാമതായിട്ട് മനസ്സിലാക്കുള്ളത് ദേഹേച്ഛരെ പിൻപറ്റുന്നതായ ആൾമാർ. ഞാൻ ചെന്നത് മാത്രം നല്ലത് മാത്രം ശരി, നന്റെ മനസ്സിന് എങ്ങനെ ഞാൻ ആഗ്രഹിക്കുക അത് മാത്രമേ ഞാൻ ചെയ്യേ. അതുകൊണ്ടൊന്ന് നന്റെ മനസ്സ് എന്ത് ആഗ്രഹിക്കുക അത് ഞാൻ ചെയ്യല. ആര് ചെന്നവരെ സ്വീകരിക്കും നാം തയ്യാറല്ല ചെന്നതായ ആ ഒരു തീർമാനം. അതുപോലെ മനസ്സിലാക്കുള്ളത് സംശയകരമായിട്ടുള്ള കാര്യത്തെ പിൻപറ്റുന്നതായിട്ട് എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ടുള്ളതായി ദീന്റെ വിഷയം അതിൽ സംശയമുണ്ട്. ഇത് ശരിയാ തപ്പാ എന്ന് നോക്കില്ല. ഏത് വിഷയം ഹലാൽ ഹറാം നോക്കാത്തത് പോലെ
അതിൽ പലിശ കണ്ട, വട്ടി വേണ്ട, വട്ടി വണ്ടിയിൽ വെച്ചിട്ട് നോക്കാത്തതുപോലെ ദീന്റെ വിഷയത്തിലും ഇത് ശരിയാ തപ്പാ ചെന്ന് സംശയമുള്ള കാര്യമുണ്ട്, അതിനെ പിൻപറ്റതായ ആത്മാരെ. അങ്ങനെ ആകുമ്പോൾ അവിടെ വിദഅത്തും അതുപോലെ ദീനും എന്ന ചെന്ന് ഒന്നാവും സാധ്യമാവില്ല. അങ്ങനെ വിദഅത്ത് കടന്നു കൊണ്ടാണ്. അതുപോലെ പണ്ഡിതന്മാർ വഴിപാട്ടി തന്റെ ബുദ്ധിയെ മാത്രം സ്വീകരിക്കുന്നതായ ആളാണ്. എന്റെ ബുദ്ധിക്ക് എന്ത്ര യോജിക്കുന്നത് അത് ഖുർആനും സുന്നത്തുള്ള അത് പണ്ഡിതന്മാർ എന്തൊരു ചെന്നാല് അല്ലെങ്കിൽ ഇന്ന കൗൽ കിതാബിൽ ഇങ്ങനെ ഉണ്ടോ അത് മാത്രം നാം സ്വീകരിക്കുന്നത്. അവിടെ സ്വഹീഹായ ഹദീസ് ഖുർആനാണ് ചെന്ന് നോക്കില്ല. അങ്ങനത്തെ ആൾമാർ ആരെങ്കിലും ഏതെങ്കിലും ഒരു കൗൽ കിട്ടണമെങ്കിൽ അത് സ്വീകരിക്കുന്നതായ ആൾമാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്ന് ആതാകും റസൂൽ ഫഖുദുഹു വമാ നഹാകും അൻഹു ഫന്തൗ. റസൂൽ എന്തൊരു കൊമന്നറിയാം അത് സ്വീകരിക്കണം. പിന്നെ അവിടെ ആർക്കും സ്ഥാനമില്ല. ആര് ചെന്നിട്ടായാലും സ്വീകരിക്കുക തീര. വമാ കാന ലിമുഅ്മിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ. അല്ലാഹു അവിടെ റസൂലും ഒരു കാര്യം ബൽക ചെന്നൽ പിന്നെ എനിക്ക് പ്രത്യേകമായി തന്റെ സ്വന്തം അഭിപ്രായം തീര. അതായത് വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് വഴിപാട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സംശയമുള്ള കാര്യത്തിലും അതുപോലെ ബുദ്ധിപരമായ കാര്യത്തിന് ബാക്കിൽ പോകുമ്പോഴത്തേക്കും വിദഅത്തിലെ ആൾമാർ വർദ്ധിക്കാറ്. അതേപോലെ അഞ്ചാമതായിട്ട് പണ്ഡിതന്മാർ വഴിപാട്ടി തന്നത് ഫോളോവേഴ്സ് ആയിട്ട് ഫോളോ ആക്കര്. പണ്ഡിതന്മാരെ നേതാക്കന്മാരെ അനുകരിക്കണം. എന്ത് ചെന്നിട്ടായി തക്ലീദാക്കുന്നതായ ആൾക്കാർ, ഞങ്ങളെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ, ഞങ്ങളെ നേതാക്കന്മാർ എന്ത് ചെന്നാൽ അത് മാത്രമേ ഞങ്ങൾ സ്വീകരിക്കണം. ഇന്നലെ കഴിഞ്ഞു പോയതായ സമുദായത്തിന് ബാധിച്ചതായ വലിയ വിപത്തായിട്ട് ഖുർആൻ വഴിപാട്ടുണ്ട്. അള്ളാഹു ഇറക്കിയതായ ഖുർആനിൽ നിങ്ങൾ സ്വീകരിക്കൂ, പിൻപറ്റൂ ചെന്നിട്ടായെങ്കിൽ ഞങ്ങളെ ആബാമാർ, ഞങ്ങളെ ബാപ്പമാർ ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ ആക്കിയോട്ട് വന്നിട്ടുള്ളേ. മീലാദ് നബിയും പൗരാഘോഷവും അതുപോലെയുള്ള വിദഅത്തായ കാര്യങ്ങൾ ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ ആക്കിയോട്ട് വന്നങ്ങളെ ഒന്നല്ല ഞങ്ങളുടെ ബാപ്പമാർ, ഞങ്ങളുടെ കാരണവന്മാർ ഇതാക്കിയോട്ട് വന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ ആക്കറ ഖുർആൻ കേൾക്കുന്നതായ ചോദ്യം ഞങ്ങളെ ബാപ്പന്മാരെങ്കിൽ ഇവരില്ലെങ്കിലും നിങ്ങൾ പിൻപറ്റമാ ചെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധ്യ. ബൽ ഖാലു ഇന്നാ വജദ്നാ ആബാഅനാ അലാ ഉമ്മത്തിൻ. ഞങ്ങളെ ബാപ്പമാർ ഏതൊരു ഉമ്മത്തിലായിരിക്കും അതുപോലെ ഞങ്ങൾ അങ്ങനെ ഉമ്മത്തിൽ ഞങ്ങൾ ജീവിക്കുക. വഇന്നാ അലാ ആതാരി മുഖ്തദ്. ഞങ്ങളെ കാൽപ്പാടായിട്ട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ചെന്ന് ഇത്തരത്തിലുള്ള ആൾമാര് വാദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധ്യ. അതുപോലെ ആറാമതായിട്ട് പണ്ഡിതന്മാർ വഴിപാട്ടിന് വിദഅത്തുകൾ പോകുന്നതായ കാര്യങ്ങൾ ദുർമാർഗികളായിട്ടുള്ള ആൾമാർ, മോശപ്പെട്ടതായ ചങ്ങാത്ത അങ്ങോട്ടികളുടെ കൂട്ടുകെട്ട് ഇത്തരത്തിലുള്ള വിദഅത്തുകൾ പോകും കാരണമായി നിൽക്കരുത്. തന്റെ ചങ്ങായിമാർ അതുള്ള തന്റെ ബിസിനസ് പാർട്ട്ണർ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയിൽ ഞങ്ങളെ ചങ്ങായിമാരെ പോവാറ്. അതുകൊണ്ട് അവരെ വിട്ടു പറയാൻ തയ്യാറാവാൻ സാധ്യമല്ല. അതുകൊണ്ട് നാനും ആഘോഷിച്ചത്, നാനും അത്തരത്തിലുള്ള കാര്യത്തിൽ പെടുക, ഞങ്ങളെ കുടുംബക്കാരായിട്ട് ഞങ്ങളെ ചങ്ങായിമാരായിട്ട് അതെല്ലാം ഉള്ളാറ്. അതുകൊണ്ട് നാനും അത്തരത്തിലുള്ള ആഘോഷത്തിലും അതുപോലെ വിദഅത്തിലും പങ്കെടുക്കുന്ന ചെന്ന് അങ്ങനെ തീരുമാനിക്കുന്നതായ മോശപ്പെട്ടതായ കൂട്ടുകെട്ടും കൊണ്ടാവുന്നു വിദഅത്ത് യാറാവുന്നു. അത്തരത്തിലുള്ള ആൾമാർ നാളെ ഖേദിക്കൂ ചെന്ന് വിശുദ്ധ ഖുർആൻ വഴിപാട്ടി കണ്ടു. യൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല യാ വൈലക ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. നാളെ പരലോകത്ത് അവന് ഖേദിക്കുവാണ്. യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല. അല്ലാഹുവേ, റസൂലിന്റെ മാർഗ്ഗത്തെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, സുന്നത്തെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ചെന്നവന് ഖേദിക്കുവാണ്. യാ വൈലക ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. ഞാൻ ഒരു നല്ല ചങ്ങായിരെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ദുരന്തത്തിൽ ആവല ചെന്ന് അകപ്പെടല ചെന്നവനും അവിടെ ഖേദിക്കുവാനോ ചെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിപാട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾമാർ നല്ല നല്ല കൂട്ടുകെട്ട് കൂടലോ ചെന്ന് അല്ലാഹുവേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
പടിപാട്ടിട്ടുണ്ട്. അതുപോലെ ഏഴാമതായിട്ട് പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള വിദഅത്തിന് അകപ്പെടുകയുള്ള കാരണം പടിപാട്ടി കണ്ടത് പണ്ഡിതന്മാർ നിശബ്ദത പാലിക്കുന്നതായിട്ട് അല്ലെ, അറിവുള്ള ആൾക്കാർ ഇൽമുള്ളതായ നേതാക്കന്മാർ പണ്ഡിതന്മാർ അങ്ങ് മൊണ്ടാട്ട് തെക്കുന്നതായിട്ട് സമ്മതിക്കുന്നതായിട്ട് അല്ലെ, എന്തു ചെന്നിട്ടായും പ്രശ്നമില്ല. അങ്ങ് ആൾമാർ അനുയായിമാർക്ക് സത്യം മനസ്സിലായിട്ടും മൂടി വെക്കുന്നതായ ആൾമാർ ഇതായിട്ട് യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുപോലെ ഇതായിട്ട് സുന്നത്ത് ചെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കിയതായ ആൾമാർ ദുനിയാവിന് തുച്ഛമായ ലാഭത്തിന് വേനായിട്ട് ദീനരെ മൂടി വെക്കുന്നതായ ആൾമാർ അത്തരത്തിലുള്ള ആൾമാർ പണ്ഡിതന്മാർ വർദ്ധിക്കുമ്പോൾ രായത്തില് വിദഅത്ത് വർദ്ധിക്കു ചെന്ന് പണ്ഡിതന്മാർ വഴിപാട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ നമുക്ക് വഴിപാട്ടുണ്ട്. ഇന്നല്ലദീന യക്തുബൂന മാ അൻസൽന മിനൽ ബയ്യിനാത്തി വൽ ഹുദാ അല്ലെ, സന്മാർഗത്തെ മൂടി വെക്കുന്നതായ ആൽമാർ വ്യക്തമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയതായ ആൽമാർ മിംബാദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് കിതാബിൽ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യത്തെ അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസിനെ മൂടി വെച്ചിട്ട് ആൽമാർ പടിവാട്ടാട്ട് കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആൽമാരെ സംബന്ധിച്ച് അല്ലാഹു ഉലൈക യൽഅനുഹുമുല്ലാഹു യൽഅനുഹുൽ ലാഇനൂൻ അങ്ങനെ അല്ലാഹു ശപിച്ചിരാണ്. ശപിക്കുന്നതായ ലോകത്തുള്ള എല്ലാ ശാപവും ഇത്തരത്തിലുള്ള ആൽമാർക്ക് ഉണ്ടാവും ചെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപാട്ടിട്ടുണ്ട്. അതുകൊണ്ടൊത്തു എട്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവേ വിശുദ്ധ ഖുർആനിൽ വെച്ചിട്ട് പണ്ഡിതന്മാർ പടിപാട്ടിട്ടുണ്ട്. നിഷേധിമാരെ ആൽമാരുടെ സാദൃശ്യാവുക അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വിദഗ്ധായ ആൽമാറാക്കുമ്പോൾ നടക്കും. അതുപോലെ ആക്കുള്ളതായ മനസ്സുകൊണ്ടത് അല്ലെ, അന്യ കൗമുള്ളതായ ആൽമാരാക്കുമ്പോൾ അതുപോലുള്ളതായ ഒരുപാട് ആഘോഷങ്ങൾ നമുക്കും വേണം ഉണ്ട് കണ്ടോട്ടുള്ളതായിട്ട് യഹൂദിമാരെയും നസ്രാനിമാരെയും ഫോലോകൃതായ ആൽമാർ എങ്ങനെ ആഘോഷാക്കിറാറ്, അങ്ങനെ ഈദ് മിലാദ് ആക്കിറാറ്, അങ്ങനെ ക്രിസ്മസ് ആക്കിറാറ്. അതുപോലെ ലൈറ്റും അതുപോലെ വസ്ത്രവും അതുപോലെ നഖവും ആക്കുന്ന ചിലത്ത് സാദൃശ്യപ്പെടുമ്പോൾ വിദേഹത്തരെ ആൽമാർ അങ്ങനെ വർദ്ധിക്കുന്ന ചിലത്ത് പണ്ഡിതന്മാർ വഴിപാട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നതുപോലെ എന്റെ സമുദായം നിങ്ങൾ കഴിഞ്ഞുപോയതായ യഹൂദിമാരെയും നസ്രാനിമാരെയും പിൻപറ്റുവാറ് ചാടായിട്ടും മുഴത്തും മുഴമായിട്ടും അതുപോലെ നാളെ കൗമും ആക്കുവാറ് ചെത്ത് അല്ലാഹുവേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെത്തുന്നതായിട്ട് അങ്ങ് ഉടുമ്പുരെ മാളത്തുകൾ വട്ടകൾ പോയിട്ടുണ്ടെങ്കിലും അത്ര കഷ്ടപ്പെട്ടതെങ്കിലും അങ്ങ് എങ്ങനെ ആക്കാറ് അതുപോലെ അങ്ങനെ വസ്ത്രമാവട്ടെ, അങ്ങനെ ആചാരമാവട്ടെ, അങ്ങനെ ബേർഡേ ആവട്ടെ എല്ലാം ഞങ്ങളെ കൗമും സ്വീകരിക്കുവാറ് ചെത്ത് അല്ലാഹുവേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടിട്ടുണ്ട്. അതുകൊണ്ടൊത്ത് മനസ്സിലാക്കുമ്പോൾ വിദഅത്ത് വർദ്ധിക്കുള്ളതായ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് അജ്ഞതയും അതുപോലെ പണ്ഡിതന്മാരെ മൗനസമ്മതവും അതുപോലെ തന്നിഷ്ടത്തെ പിൻപറ്റുന്നതായ ആൾക്കാർ ഇങ്ങനെ തുടങ്ങിയതായ ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് പടിപാട്ടി തന്നത്. അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം വിദഅത്തായ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം ദലാലത്തായിട്ട് അതിനെ സംബന്ധിച്ച് നല്ലപോലെ മനസ്സിലാക്കണം. വിദഅത്ത് ചിലത് ഏറ്റവും ഗൗരവമുള്ള കാര്യമായിട്ട് ശിർക്ക് കല്യാണങ്ങൾ നമ്മളെ അമ്മ എല്ലാം ബാത്തിലായി പോട്ടതായ കാര്യമായിട്ട് അതുകൊണ്ടൊത്തും ഇത്തരത്തിലുള്ള തിന്മയിലേക്ക് മാറി നിൽക്കുന്നു. അതിലൊട്ടിಗೆ സഹകരിക്കുന്നത് പോലും അതിൽ നിന്ന് മാറി നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ ഏറ്റവും നല്ല സമുദായമാക്കി ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നതായ ഒരു ഉമ്മത്താക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തീർക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. അല്ലാഹുവേ സൂക്ഷിച്ച് ജീവിക്കണം ചത്ത് ഇങ്ങനെയൊക്കെ നിങ്ങളൊക്കെ ഞാൻ വസിയത്താക്കിയിട്ടുള്ള ഉപദേശങ്ങൾ
വിദഗ്ധരെ ഗൗരവത്തെ സംബന്ധിച്ച സ്പീക്കർ പിന്നെ നിങ്ങളെ വന്നത് സൂചിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ ചുറ്റുപാടിൽ ഒരുപാട് ഈദ് മിലാദ് ആഘോഷങ്ങളും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടതായ കാര്യത്തിൽ ഏർപ്പെട്ട് ഒരുപാട് ചങ്ങായിമാരെക്കുക, കുടുംബക്കാരെക്കുക, നിങ്ങളൊട്ടിಗೆ സഹകരിക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ എന്തായിട്ട് തിരിച്ചുള്ളത് മനസ്സിലാക്കാം. മഹാനായ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് തന്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. വല തുശാവിർ അഹ്ലൽ ബിദ്അഇ ഫീ ദീനിക, നീന് ബിദ്അത്തായതായ ആൽമാർ, ബിദ്അത്ത് ആക്രതായ ആൽമാരെ നീನು ഒട്ടിಗೆ കൂട്ടകുത്തീര, അങ്ങനെ ചങ്ങായി പാടാക്കുത്തീര. വല തുറാഫിഖുഹും ഫീ സഫറിക, നിന്റെ യാത്രയിൽ പോലും, നീ പോണ്ടതായ ജാഗയിൽ പോലും അങ്ങനെ ഒട്ടിಗೆ പോകുത്തീര. കാരണം നീന് അതിലകപ്പെട്ടു പോവാൻ. മഹാനായ മുസ്അബ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു നമുക്ക് വഴിപാട്ടുണ്ട്. ലാ തുജാലിസ് മഫ്തൂനൻ ഫഇന്ന ലൻ യഫ്തിയക ഇഹ്ദത്നതൈൻ, നീന് വിദഅത്തായ ആൽമാര കൂട്ടത്തിൽ, ഫിത്നക്കാര കൂട്ടത്തിൽ നീനോട് ദൈവകുത്തീര. ഇമ്മ അൻ യഫ്തിയന്നക ഫതുബായഹു, നീന് ഒന്നെങ്കിൽ നീന് അങ്ങനെ ഫിത്ന കൊണ്ടൊത്തു നീന അകപ്പെട്ടു പോകും. നീൻ അവിടെ നീക്കുമ്പൊത്തു അങ്ങനെ ആചാരവും അതുപോലെ അങ്ങനെ സ്വഭാവവും എല്ലാം എനിക്ക് പിൻപറ്റു വരും. ഇല്ലെങ്കിൽ ഔ യുദിയന്നക ഖബല അൻ തുഫാരിഖഹു, നീനെ അല്ലെങ്കിൽ നിന്നെ ദ്രോഹിക്കുക. രണ്ടൊരു കാര്യങ്ങൾ വിദഗ്ധായതായ ആൽമാരൊട്ടിಗೆ കുടുംബത്തു രണ്ട് കാര്യം ഉറപ്പായിട്ടും ഉണ്ടാവും. ഒന്നെങ്കിൽ നീ അങ്ങനെ പിൻപറ്റുക, ഇല്ലെങ്കിൽ അങ്ങനെ നിനക്ക് ദ്രോഹം ഉണ്ടാവൂ. ചെന്തായിട്ട് പണ്ഡിതന്മാര് പരിപാടിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അയാൾ ചെറുത്തുണ്ട്, കാന സലഫു യുഹദ്ദിറൂന മിനൽ മുബ്തദഇ ഫീ ദീനി, സലഫി സ്വാലിഹീന ഇതര വിഷയത്തിൽ മുബ്തദീതായ ആൾമാരെ കൂട്ടത്തിൽ, ബിദഈ പ്രസ്ഥാനത്തിൽപ്പെട്ടതായ ആൾമാരെ കൂട്ടത്തിനെ സംബന്ധിച്ചിട്ട് യുഹദ്ദിറൂന താക്കീതാക്കിക്കൊണ്ടിരുന്നാറ്. അതുപോലെ വൽ ഫാജിർ ഫീ ദുനിയാവ്, ദുനിയാവിലും തെമ്മാടികളായിട്ടുള്ള ആൽമാർക്ക് ദൂരെ നിൽക്കുക ഉപദേശാക്കിക്കൊണ്ടിരുന്നാറ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പരിപാടിയുണ്ട്, കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്തായി ദിക്ർ. വൈൻ റആഹ അന്നാസു ഹസന, ആൽമാർ അത് എത്ര നല്ലതായിട്ട് കണ്ടന്റായെങ്കിലും, എത്ര ഭംഗിയുള്ളതായിട്ട് കണ്ടന്റായെങ്കിലും, നല്ലതായിട്ട് കണ്ടന്റായെങ്കിലും എല്ലാ ബിദ്അത്ത് അത് ദലാലത്തായി ദിക്ർ. അതുപോലെ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് നമുക്ക് പരിപാടിയുണ്ട്, ബിദ്അത്ത് ചെല്ലത് ഖാല അഇമ്മത്തുൽ ഇസ്ലാം, ഇസ്ലാമിലെ നേതാക്കന്മാർ ഇമാമിങ്ങൾക്ക് പരിപാടി തന്നാർ. ഇന്നൽ ബിദ്അത അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ, ശൈത്താനിന് പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായിട്ട് ബിദ്അത്താക്കര കാര്യമാണ്. കാരണം ലിഅന്നൽ ബിദ്അ ലാ യുതാബു മിൻഹാ, അങ്ങനെ വർക്കത്തും ബിദ്അത്താക്കരതായ ആൽമാർ അങ്ങനെ തൗബാക്കല്ല, വർക്കത്തും തൗബാക്കല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആക്കുന്നതായ സ്വറ അത് ഏറ്റവും നല്ല സ്വറായിട്ടിക്കരുത്, നല്ല പ്രതിഫല കിട്ടതായ സ്വറായിട്ടിക്കരുത്. അതുകൊണ്ട് തങ്ങളെ മനസ്സിൽ ഞങ്ങൾ ആക്കുന്നത് തപ്പുകൊണ്ട് ഉറക്കത്തും കണ്ടില്ല, അതുകൊണ്ട് തങ്ങൾ ഉറക്കത്തും തൗബാക്കവും കൊണ്ടില്ല. അതുപോലെ വൽ മാസിയത്തു യുതാബു മിൻഹാ, അല്ലെ മാസിയത്ത് തപ്പാക്കുന്നതിനെ കാട്ടി ആരാ ഇഷ്ട ശൈത്താനക്ക് വിദഗ്ധാക്കരുത്, മാസിയത്താക്കറോണ് തപ്പാക്കറോണ് ഒരു സമയ ഞാനിത് തപ്പാക്കിയതല്ലേ ചെറുത്തവന് തൗബാക്കുവാൻ. അതുകൊണ്ടൊത്തു ആ തൗബാക്കറതായ ആൽമാരെ പിശാചി ഇഷ്ടപ്പെടില്ല. നേരെ മറിച്ചിട്ട് വിദഗ്ധാക്കറതായ ആൽമാരെ ഇഷ്ടപ്പെടുവാന്ന് ചെറുത്ത് അതാ ഇമാമീങ്ങ പണ്ഡിതന്മാർ ചെന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധ്യ. അതുകൊണ്ടൊത്തു ഇത്തരത്തിലുള്ള തിന്മയിൽ നിന്ന് മാറി നിൽക്കും, വിദഗ്ധ ചെല്ലതായ വലിയ അപകടത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിന് ശ്രദ്ധിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദുഃഖത്തിന് പോലും ഇത്തരത്തിലുള്ള ചിന്തന പോലും കടന്നു പറവും തീര. ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളും ഇത്തരത്തിലുള്ള ഈ പരിപാടിയിൽ അതുപോലെ ഇത്തരത്തിലുള്ളതായ പ്രോഗ്രാമുകൾ പാർട്ടിസിപ്പേറ്റ് ആക്കുന്നതും അതും അങ്ങനെ വിദഗ്ധരൊട്ടിಗೆ സപ്പോർട്ട് ആക്കുന്നതിന് തുല്യമായിട്ട് കൊണ്ട് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഇത്തരത്തിലുള്ള
വിദ്അത്തിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മെ ആക്കിപ്പോയതായ മുഴുവൻ ദോഷത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാഫാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ടു കഷ്ടപ്പെടുന്നതായി എത്രയോ സഹോദരിമാരുണ്ട്. പ്രാർത്ഥിക്കുകയും വസിയത്താക്കിയതായ ആത്മാവുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ രോഗത്തെ എത്ര വേഗ ശിഫകൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായിട്ടുള്ള രോഗത്തിൽ നിന്നും അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയതായി ഞങ്ങളെ അപ്പോമ്മ, ഞങ്ങളെ കുടുംബക്കാർ, ഞങ്ങളെ ചങ്ങായിമാർ, ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളെ നരക്കർ, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളെയും നാളെ പരലോകത്ത് അവിടെ ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقيم الصلاة.